ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ രാജസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ ഒരു മാംസമൊക്കെ ഉള്ളൊരു മീനെ കിട്ടി. പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ലേ. അപ്പോൾ ഞാനതൊന്ന് നാടൻ രീതിയിലൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കത് കറി വെക്കാം. ആദ്യം ചട്ടി അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ കടുകും ഉള്ള ഇടണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവ ആദ്യം ഇടാം. ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് കുറച്ച് കടുകും കൂടി ഇടണേ. നമ്മുടെ ഉലുവ ഇങ്ങനെ പൊട്ടി വരുന്നതിരിക്കുകയാണ്. ഇച്ചിരി അത് പൊട്ടി വന്നു. ഇച്ചിരി കടുകിട്ട് കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളറാവുന്നതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ബ്രൗൺ കളറായി നമുക്ക് ഇച്ചിരി അതിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് എടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഇഞ്ചി നമ്മൾ ഇട്ട് നമുക്കൊന്ന് വഴറ്റാണ്. വരുമ്പോഴത്തേക്കാണ് പൊടികൾ ഇടാം. പൊടികൾ നമുക്കൊന്ന് ഇടാം. പൊടികൾ ഇടാണ്. നമ്മൾ തീർക്കാൻ വെച്ചിരുന്ന നമ്മുടെ പുളിയുണ്ട്, തോട്ടുപുളിയാണിത്. അത് നമുക്ക് അങ്ങോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഉപ്പും കൂടെ നമുക്ക് ഇടാമേ. കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി. തക്കാളി ആണെങ്കിൽ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോഴേ 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനാണിത്. നല്ല മാംസമൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. ഇട്ടങ്ങോട്ട് സെറ്റാക്കട്ടെ.
അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വെച്ച് വെച്ചെടുത്ത് എന്നിട്ട് കറി കൊണ്ട് അതിങ്ങനെ അകത്തോട്ട് നല്ല വൃത്തിയിൽ അങ്ങോട്ട് ഇതാക്കി കൊടുക്കണമേ. എന്നിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് മീനൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി. ഇനി ഊണ് കഴിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ പറ്റണം, ഒരു ശകലം കൂടെ പറ്റണം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.